നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊറോണ വാക്സിൻ ആഴ്ചകൾക്കുള്ളിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാക്സിൻ ആദ്യം നൽകുക ആരോഗ്യ പ്രവർത്തകർക്ക്, കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരുകളുമായി വിലയിരുത്തി പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 5718 പേർക്ക് കൊറോണ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് വീണ്ടും EDയുടെ നോട്ടീസ്. അടുത്ത വ്യാഴാഴ്ച ഹാജരാകണം. ലൈഫ് മിഷൻ ക്രമക്കേടിൽ സ്വപ്ന സുരേഷ്, M ശിവശങ്കർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ എന്നിവരുടെ വാട്സപ്പ് ചാറ്റുകൾ വിജിലൻസിന് കൈമാറാൻ കോടതി അനുമതി. UAE കോൺസുലേറ്റ് മുൻ ഗൺമാൻ ജെ ഘോഷിനെയും ഡ്രൈവർ സിദ്ദിഖിനെയും ചോദ്യം ചെയ്ത് കസ്റ്റംസ്. ഹൈദരാബാദ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനവുമായി BJP. 49 ഡിവിഷനുകൾ നേടി രണ്ടാമത്തെ വലിയ കക്ഷി. TRSന് 56 ഇടങ്ങളിൽ. നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ല. രണ്ട് ഡിവിഷനുകളിൽ ഒതുങ്ങി കോൺഗ്രസ്. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രാജിവെച്ചു. ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് അമിത്ഷാ. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാരിൻ്റെ ചർച്ച നാളെ. ചൊവ്വാഴ്ച ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച കർഷക സംഘടനകൾ. നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധം. സമരത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. സമരം കൊറോണ വ്യാപനത്തിന് ഇടയാക്കുമെന്ന് ഹർജിയിൽ. കുവൈറ്റിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാളെ. രാജ്യം കനത്ത സുരക്ഷയിൽ. വോട്ടെടുപ്പ് കർശന കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച്. ആശങ്ക ഒഴിഞ്ഞ ബുറേവി ചുഴലിക്കാറ്റ്. കേരളത്തിലേക്ക് ബുറേവി എത്താൻ സാധ്യത കുറവെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ. ഓസ്ട്രേലിയക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഓസീസിനെ കീഴടക്കിയത് 11 റൺസിന്. യുസ്വേന്ദ്ര ചാഹൽ കളിയിലെ താരം. T നടരാജന് 3 വിക്കറ്റുകൾ. വാർത്തകൾ വിശദമായി. കുവൈറ്റിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. കനത്ത സുരക്ഷയിലും കർശന കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് രാജ്യത്തിൻ്റെ 18ാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊറോണ പശ്ചാത്തലത്തിൽ കനത്ത ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് കുവൈറ്റിന്റെ 18ാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നത്. 5 മണ്ഡലങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും അധികം വോട്ടുകൾ നേടുന്ന 10 പേരെയാണ് തെരഞ്ഞെടുക്കുന്നത്. 43 സിറ്റിംഗ് MPമാർ ഉൾപ്പെടെ 29 സ്ത്രീകളടക്കം 362 പേരാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഏറ്റവും അധികം വോട്ടർമാരുള്ളത് 1ാം മണ്ഡലത്തിലാണ്. 84,777 പുരുഷന്മാരും 81,445 സ്ത്രീകളുമായി ആകെ 1,66,222 വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. 4ാം മണ്ഡലത്തിൽ നിന്നും 1,50,193 പേരും 3ാം മണ്ഡലത്തിൽ 1,01,492 പേരും 2ാം മണ്ഡലത്തിൽ നിന്നും 64,965 പേരും ഉൾപ്പെടെ ആകെ 2,73,940 പുരുഷന്മാരും 2,93,754 സ്ത്രീകളുമടക്കം 5,67,694 പേരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 102 സ്കൂളുകളിലായി നടക്കുന്ന വോട്ടെടുപ്പിൽ പബ്ലിക് അഴിമതി വിരുദ്ധ അതോറിറ്റിയും കുവൈറ്റ് ട്രാൻസ്പെറൻസി സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലും 180 വോളണ്ടിയർമാരെയാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞാൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും നേരത്തെ തന്നെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കുവൈറ്റ്. UAEയിൽ 37 ആഴ്ചകൾക്ക് ശേഷം പ്രാർത്ഥനാ നിർഭരമായി ജുമാ നമസ്കാരത്തിന് വിശ്വാസികൾ പള്ളിയിലെത്തി. പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന സന്തോഷത്തോടെയാണ് വിശ്വാസികൾ നിസ്കാര പായകൾ വിരിച്ചത്. കൊറോണയുടെ
പശ്ചാത്തലത്തിൽ UAE-യിൽ വെള്ളിയാഴ്ചത്തെ പ്രഭാഷണവും സംഘനമസ്കാരവും 9 മാസത്തിന് ശേഷമാണ് പുനരാരംഭിച്ചത്. സാമൂഹ്യ അകലം പാലിക്കേണ്ടതിനാൽ 30% പേർക്കാണ് പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. ബാക്കിയുള്ളവർ പള്ളി അങ്കണത്തിലും പരിസരങ്ങളിലും മുസല്ല വിരിച്ച് പ്രാർത്ഥിച്ച് ജുമയിൽ പങ്കെടുത്തു. نحمد الله سبحانه وتعالى على ما من علينا من العودة لصلاة الجمعة، فهذه نعمة عظيمة. كما نشكر إخواننا القائمين في دائرة الشؤون الإسلامية على جهدهم المتواصل خلال الفترة الماضية لتهيئة المساجد. കൊറോണ രൂക്ഷമായതിനെ തുടർന്ന് 9 മാസങ്ങൾക്ക് മുൻപാണ് വിശ്വാസികൾ പള്ളിയിൽ നേരിട്ടെത്തിയുള്ള പ്രാർത്ഥനകൾക്ക് UAE നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത്. തുടക്കത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്കും രോഗപ്രതിരോധശേഷി കുറഞ്ഞവർക്കും മാത്രമായിരുന്നു പള്ളിയിൽ പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് പള്ളികൾ അടച്ചിടുകയും വിശ്വാസികൾ പ്രാർത്ഥന പൂർണ്ണമായും താമസ കേന്ദ്രങ്ങളിൽ നിന്നാക്കുകയും ചെയ്തു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കർശന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് ശേഷം ആദ്യ ജുമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സമാധാനത്തിലാണ് വിശ്വാസി സമൂഹം. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ഷാർജ. കൊറോണ വാക്സിൻ അന്തിമഘട്ടത്തിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് 3 കൊറോണ വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിലാണ്. ആഴ്ചകൾക്കുള്ളിൽ രോഗികൾക്ക് എത്തിച്ചു നൽകും. കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് നൽകാൻ നടപടിയെടുത്തു. സംസ്ഥാന സർക്കാരുകളുമായി വിഷയത്തിൽ ചർച്ച നടത്തി. ആഴ്ചകൾക്കുള്ളിൽ രാജ്യത്ത് കൊറോണ വാക്സിൻ വിതരണം സാധ്യമാകുമെന്ന ശുഭവാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവകക്ഷി യോഗത്തിൽ അറിയിച്ചത്. വാക്സിൻ വിതരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. ജനങ്ങൾക്ക് വാക്സിൻ എത്തിച്ചു നൽകാനുള്ള മികച്ച സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് നേതൃത്വം നൽകുന്നതിനായി ദേശീയ തലത്തിൽ വിദഗ്ധ ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. साथियों, वैक्सीन के डिस्ट्रीब्यूशन को लेकर भी केंद्र और राज्य सरकार की टीमें मिलकर के काम कर रही हैं. भारत के पास वैक्सीन डिस्ट्रीब्यूशन एक्सपर्टाइज और कैपेसिटी भी है. भारत में कोरोना वैक्सीन की रिसर्च से जुड़े दायित्व के लिए विशेष टास्क फोर्स का गठन किया गया था और वैक्सीन से जुड़े अभियान का दायित्व नेशनल एक्सपर्ट ग्रुप को दिया गया है. इसमें टेक्निकल एक्सपर्ट्स हैं, केंद्र सरकार के संबंधित मंत्रालयों और विभागों के अधिकारी हैं, प्रत्येक जोन के हिसाब से राज्य सरकारों के भी प्रतिनिधि हैं. ये नेशनल एक्सपर्ट ग्रुप राज्य सरकारों के साथ मिलकर के काम कर रहा है. ആരോഗ്യ പ്രവർത്തകർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഗുരുതരമായി രോഗം ബാധിച്ചവർ, മുതിർന്ന പൗരന്മാർ എന്നിവർക്കാണ് ആദ്യം വാക്സിൻ നൽകുക. ലോകരാഷ്ട്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഗമുക്തി നിരക്കും രോഗനിർണയ പരിശോധനകളുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. കുറഞ്ഞ മരണനിരക്ക് ആശ്വാസം നൽകുന്നതാണെന്നും ജാഗ്രത കൈവിടരുതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കൊറോണ സാഹചര്യം വിലയിരുത്തുന്നതിനും വാക്സിൻ വിതരണം ചർച്ച ചെയ്യുന്നതിനും വിളിച്ചു ചേർത്ത യോഗത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും കക്ഷി നേതാക്കൾ പങ്കെടുത്തു. ജനം, ഡൽഹി. കേരളത്തിൽ ഇന്ന് 5718 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 4991 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 29 മരണവും സ്ഥിരീകരിച്ചു. 9.95% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സംസ്ഥാനത്ത് ഇന്ന് 5718 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 5496 പേർക്ക് രോഗമുക്തി നേടാനും സാധിച്ചു. ഇതോടെ 61401 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57456 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയർന്നു. 9.95% ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. മലപ്പുറം 943, കോഴിക്കോട് 773, കോട്ടയം 570, തൃശൂർ 528, എറണാകുളം 486, പാലക്കാട് 447, ആലപ്പുഴ 394, കൊല്ലം 318, തിരുവനന്തപുരം 279, കണ്ണൂർ 275, ഇടുക്കി 216, വയനാട് 180, പത്തനംതിട്ട 163, കാസർഗോഡ് 146. 29 മരണങ്ങളാണ് ഇന്ന് കൊറോണ മൂലമാണെന്ന് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്താകെ 2358 പേരാണ് കൊറോണ ബാധിച്ച് മരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 95 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4991 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 572 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. 60 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് 6 പ്രദേശങ്ങളെ കൂടി പുതുതായി ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 38 പ്രദേശങ്ങളെ ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്താകെ
രാജ്യത്താകെ 444 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജനം, തിരുവനന്തപുരം. ഹൈദരാബാദ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനവുമായി BJP. 49 ഡിവിഷനുകൾ നേടി BJP രണ്ടാമത്തെ വലിയ കക്ഷിയായി. നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ല. TRS 56 ഇടങ്ങളിലേക്ക് ചുരുങ്ങി. ഒവൈസിയുടെ പാർട്ടിയായ AIMIM 43 ഡിവിഷനുകൾ നേടി. 2 സീറ്റിലൊതുങ്ങിയതിനെ തുടർന്ന് തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ N. ഉത്തം കുമാർ റെഡ്ഡി രാജിവെച്ചു. മസ്കറ്റ് സേവാ ടീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 100 കണക്കിന് പേരാണ് രക്തദാനം നിർവഹിച്ചത്. കൊറോണ പ്രതിസന്ധി മൂലം ഒമാനിലെ രക്തബാങ്കുകളിൽ രക്തദൗർബല്യം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ മസ്കറ്റ് സേവാ ടീം തുടർച്ചയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ആശുപത്രികളിൽ നേരിട്ടെത്തി രക്തദാനം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ബർക്ക അൽഫഹാൻ ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് മസ്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് മസ്കറ്റ് സേവാ ടീം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ക്യാമ്പ് ബർക്ക മുനിസിപ്പൽ കൗൺസിൽ അംഗം യൂനിസ് അബ്ദുൾ റഹീം അൽ ബലൂച്ചി ഉദ്ഘാടനം ചെയ്തു. ബർക്കയിലെ പ്രമുഖ വ്യവസായി ഖാലിദ് സെയ്ഫ് അൽ സവാഹിയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. മസ്കറ്റ് സേവാ ടീം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന രക്തദാന ക്യാമ്പുകൾ പോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ അഭിനന്ദാർഹമാണെന്നും ഇതിനായി പ്രവർത്തിക്കുന്നവരെയും പങ്കെടുത്തവരെയും അഭിനന്ദിക്കുന്നതായും ഖാലിദ് സവാഹി പറഞ്ഞു. Now in this situation for corona, really this is something perfect. So we need to thank these people for all what they do and the help also what they do for the people in this country. അതിഥികൾ ക്യാമ്പ് സന്ദർശിക്കുകയും ആരോഗ്യ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ക്യാമ്പിൽ 150ഓളം പേർ രക്തദാനം നിർവഹിച്ചു. സേവാ ടീം ഭാരവാഹികളായ സുധാകരൻ, സുരേഷ്, അരുൺ, യോഗേഷ്, സതീഷ്, രാജേഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജനം, മസ്കറ്റ്. കഴിഞ്ഞ 35 വർഷമായി ബഹ്റൈനിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് സ്വദേശി ബാലകൃഷ്ണന്റെ ജന്മനാട്ടിലേക്കുള്ള തിരിച്ചുവരവൊരുക്കി ബഹ്റൈൻ സംസ്കൃതി. 2 ആഴ്ച മുമ്പ് ജനം TV നൽകിയ വാർത്തയെ തുടർന്ന് ബഹ്റൈൻ സംസ്കൃതിയുടെയും സേവാഭാരതിയുടെയും ശക്തമായ ഇടപെടലുകളോടെയാണ് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ ബഹ്റൈനിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് സ്വദേശി ബാലകൃഷ്ണന് ജന്മനാട്ടിലേക്കുള്ള തിരിച്ചുവരവ് സ്വപ്നമായിരുന്നു. 35 വർഷങ്ങൾക്ക് മുൻപാണ് 1000 സ്വപ്നങ്ങളുമായി പാലക്കാട് കാഞ്ഞിരത്താണി സ്വദേശി ബാലകൃഷ്ണൻ ബഹ്റൈനിൽ പറന്നിറങ്ങിയത്. എന്നാൽ ബഹ്റൈനിൽ എത്തിയ ബാലകൃഷ്ണന്റെ പാസ്പോർട്ട് സ്പോൺസർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് ഏജന്റ് വാങ്ങിവെക്കുകയും അതിനുശേഷം ഏജന്റിനെയോ സ്പോൺസറെയോ ഇദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടുള്ള നീണ്ട 35 വർഷം ബഹ്റൈനിലെ വിവിധ സ്ഥലങ്ങളിൽ കൂലിപ്പണി എടുത്തു വരികയായിരുന്നു ഇദ്ദേഹം. നാട്ടിലേക്ക് പോകാൻ പല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ ഔട്ട് പാസ് അനുവദിച്ചിരുന്നില്ല. രാജ്യത്ത് ഇപ്പോൾ പൊതുമാപ്പ് ഈ മാസം അവസാനിക്കുമെന്നിരിക്കെ നാട്ടിലേക്ക് പോകുവാനായി ബാലകൃഷ്ണൻ മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ ഇദ്ദേഹത്തെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയ പല സാമൂഹ്യ സംഘടനകളും കൈയൊഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണന്റെ സഹായത്തിനായി എത്തിയത് ബഹ്റൈൻ സംസ്കൃതി പ്രവർത്തകൻ അനിൽ മടപ്പള്ളിയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ സഹായത്തിനായി ജനം TVയെ അറിയിക്കുകയും 2 ആഴ്ചകൾക്ക് മുൻപ് വാർത്ത നൽകുകയുണ്ടായി. വാർത്ത നൽകി ആഴ്ചകൾക്കുള്ളിൽ പാലക്കാട് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ കേരളത്തിലെ സേവാഭാരതി പ്രവർത്തകർ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിലൂടെ ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഇദ്ദേഹത്തിന് ഔട്ട് പാസ് അനുവദിക്കുകയുമാണ് ഉണ്ടായത്. നാട്ടിലേക്ക് യാത്രയാകാൻ കാത്തിരിക്കുന്ന ബാലകൃഷ്ണന് കഴിഞ്ഞ ദിവസം ബഹ്റൈൻ സംസ്കൃതിയും പാലക്കാട് സ്വദേശികളുടെ കൂട്ടായ്മ പാക്റ്റും ചേർന്ന് ചടങ്ങ് സംഘടിപ്പിച്ചു. തുടർന്ന് ബാലകൃഷ്ണന് യാത്രാ ടിക്കറ്റും ധനസഹായവും പാക്റ്റ് ഭാരവാഹികൾ കൈമാറുകയും ചെയ്തു. പാലക്കാട് നിവാസിയായ നമ്മുടെ ബാലട്ടൻ ഇവിടെ വന്നിട്ട് ഏകദേശം 35 വർഷം കഴിഞ്ഞു. സംസ്കൃതി നമ്മളോട് ഈ കാര്യം അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയുകയും ചെയ്തെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് നിവാസികളായ പാലക്കാട് കൂട്ടായ്മയായ പാക്റ്റ് അദ്ദേഹത്തിന് യാത്രാ ടിക്കറ്റും അതുപോലെ തന്നെ ചെറിയൊരു സഹായവും നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ അവസരത്തിൽ ഹാൻഡ് ഓവർ ചെയ്യണം. കൊറോണ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന ചടങ്ങിൽ സംസ്കൃതി പ്രസിഡന്റ് പ്രവീൺ നായർ, സംയോജക് സന്തോഷ് നാരായണൻ, സഹസംയോജക് സുരേഷ് ബാബു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽ മടപ്പള്ളി, റിതിൻ രാജ്, പാക്റ്റ് ഭാരവാഹികളായ ജ്യോതി മേനോൻ, സതീഷ് ഗോപാലകൃഷ്ണൻ, രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. UAEയുടെ 49ാം ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പീപ്പിൾസ് ഫോറം ദുബായ് ചാപ്റ്റർ 49 വൃക്ഷത്തൈകൾ നട്ടു. IPF ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് പ്രദീപ് കുമാർ നേതൃത്വം നൽകി.
ദുബായ് സിലിക്കോൺ ഒയാസിസ് സീനിയർ വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ഖലീൽ ഷലാൻ മുഖ്യാതിഥിയായിരുന്നു. സേഫ്റ്റി സീനിയർ മാനേജർ ഷോയിബ് ഹുസൈൻ അൽ സരുനി, ദുബായ് കമ്പ്യൂട്ടർ ഗ്രൂപ്പ് സ്ഥാപകാംഗവും പ്രമുഖ ബിസിനസ്സുകാരനുമായ രാകേഷ് ബോറ, UAE ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ രാജീവ് ശുക്ല തുടങ്ങിയവർ പങ്കെടുത്തു. ഷാർജ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കലാസാംസ്കാരിക സംഘടനയായ ഏകതയുടെ ആഭിമുഖ്യത്തിൽ UAEയുടെ 49ാമത് ദേശീയ ദിനം ആഘോഷിച്ചു. ഓൺലൈനിൽ നടന്ന പരിപാടിയിൽ അസർബൈജാൻ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ഉദ്യോഗസ്ഥൻ റഷീദ് അൽ നൂരി, അബുദാബി നാഷണൽ ഓയിൽ കമ്പനി സീനിയർ ഉദ്യോഗസ്ഥൻ ആദിൽ തൈമൂർ അലി എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ച് IBMC MD സജിത് കുമാർ സംസാരിച്ചു. മൈ UAE ചിത്രരചനാ മത്സരത്തിൻ്റെ വിജയികളെ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഏകതാ പ്രസിഡന്റ് രാജീവ് കുമാർ, വൈസ് പ്രസിഡന്റ് ദയാനന്ദ ഹെബ്ബാർ, അനീഷ് ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് EP ജോൺസന് ഏഷ്യൻ തിയോളജി സെമിനാരിയുടെ അംഗീകാരമുള്ള ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ചു. UAEയിലെ ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾക്കാണ് ഡോക്ടറേറ്റ് നൽകിയത്. UAEയിലെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള തീരത്തെ ബുറേവി ചുഴലിക്കാറ്റ് ഭീഷണി ഒഴിയുന്നു. കേരളത്തിലേക്ക് ബുറേവി എത്താൻ സാധ്യത കുറവാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. തലസ്ഥാനത്തടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈകുന്നേരത്തോടെ മഴ ലഭിച്ചു. ദിവസങ്ങൾ നീണ്ട ആശങ്ക മാറി. കേരളത്തിൽ ബുറേവി ചുഴലിക്കാറ്റിന്റെ ഭീഷണി ഒഴിയുകയാണ്. കേരളത്തിലേക്ക് ബുറേവി എത്താൻ സാധ്യത കുറവാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കേരളത്തിലുള്ള എല്ലാ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളും പിൻവലിച്ചു. ഇന്ന് ഇടുക്കി ജില്ലയിലും നാളെ ഇടുക്കി, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ ഇന്നും, നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും വൈകുന്നേരം മുതൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണവും മാറ്റിയിട്ടില്ല. ചുഴലിക്കാറ്റ് ഭീഷണിയിൽ പ്രവർത്തനം നിർത്തിവെച്ച തിരുവനന്തപുരം വിമാനത്താവളം വൈകിട്ട് 4 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. പൊന്മുടിയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച 147 കുടുംബങ്ങളിലെ 500ഓളം പേർ ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആശങ്ക വേണ്ട, ജാഗ്രത മതിയെന്നാണ് പൊതുജനങ്ങൾക്കുള്ള സർക്കാർ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം. ബുറേവി ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി തമിഴ്നാട് തീരത്ത് പ്രവേശിക്കും. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ തീരങ്ങളിൽ വലിയ ആശങ്ക അകന്നിട്ടുണ്ട്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ ബുറേവി ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വന്നയുടൻ കർശനമായ നിയന്ത്രണങ്ങളാണ് കന്യാകുമാരി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഏർപ്പെടുത്തിയിരുന്നത്. 2 ദിവസം മുൻപ് തന്നെ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. 6 ജില്ലകളിൽ ദുരന്ത നിവാരണ സേനയെ നിയോഗിച്ചു. ബീച്ചുകളും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടു. 50,000-ഓളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായതോടെയാണ് ആശങ്കയിൽ ചെറിയ കുറവ് വന്നത്. കാറ്റിന്റെ ശക്തി കുറഞ്ഞതും തീരങ്ങളിൽ ആശ്വാസമായി. ഇനി ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ബുവേറി ചുഴലിക്കാറ്റിന്റെ ആശങ്ക വലിയ തോതിൽ കുറഞ്ഞെങ്കിലും ജാഗ്രത ഇനിയും തുടരാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കും 3 ദിവസം കൂടി തുടരും. കന്യാകുമാരിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം R. രാജീവ്, ജനം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി. 10-ാം തീയതി ഹാജരാകാനാണ് നോട്ടീസ്. ഇത് 3ാം തവണയാണ് ED രവീന്ദ്രന് നോട്ടീസ് നൽകുന്നത്. UAE കോൺസുലേറ്റ് മുൻ ഗൺമാൻ ജയഘോഷിനെയും ഡ്രൈവർ സിദ്ദിഖിനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. സ്വപ്ന സുരേഷിന്റെയും M. ശിവശങ്കറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CN രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ED തയ്യാറെടുക്കുന്നത്. ഈ മാസം 10-ാം തീയതി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് CN രവീന്ദ്രന് ED നൽകിയിരിക്കുന്ന നോട്ടീസ്. കെ-ഫോൺ, ലൈഫ് മിഷൻ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെ പങ്ക് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലാണ് പ്രധാനമായും നടക്കുക. കഴിഞ്ഞ 2 തവണയും കൊറോണ ബാധ ചൂണ്ടിക്കാട്ടി ഒഴിവായെങ്കിലും ഇത്തവണ ഒഴിഞ്ഞുമാറൽ അത്ര എളുപ്പമാകില്ല. അതേസമയം
ഡോളർ കടത്ത് കേസിൽ കൗൺസിലേറ്റിലെ ഗൺമാനായിരുന്ന ജയഘോഷ്, ഡ്രൈവർ സിദ്ദിഖ് എന്നിവരെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെ ഓഫീസിലെത്തിച്ചാണ് ചോദ്യം ചെയ്യൽ. റിവേഴ്സ് ഹവാലയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ നടന്നിരിക്കുന്നതെന്നാണ് കസ്റ്റംസിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് നിന്നും ഡോളർ വിദേശത്തേക്ക് എത്തിച്ചു നടത്തുന്ന ഇടപാടിൽ കൂടുതൽ സ്വർണം കടത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നതിലൂടെ സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും കസ്റ്റംസ് നിർണായക വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. ജനം, കൊച്ചി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ്, എം ശിവശങ്കർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ എന്നിവരുടെ വാട്സപ്പ് ചാറ്റുകൾ വിജിലൻസിന് കൈമാറാൻ NIA കോടതി അനുമതി നൽകി. ഒരാഴ്ചക്കുള്ളിൽ സിഡാക്കിൽ നിന്നുള്ള രേഖകൾ വിജിലൻസിന് ലഭിക്കും. ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കാനും വിജിലൻസിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ ക്രമക്കേട് കേസിലെ പ്രതികളുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളടക്കം വിജിലൻസിന് നൽകും. കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ച ചാറ്റുകൾ വിജിലൻസിന് കൈമാറാൻ NIA കോടതി അനുമതി നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ സീഡാക്കിൽ നിന്ന് ഇവ വിജിലൻസിന് ലഭിക്കും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന ഉൾപ്പെടെയുള്ളവരുടെ കോൾ രേഖകൾ പരിശോധിക്കാനും വിജിലൻസ് തീരുമാനിച്ചു. അതേസമയം സ്വപ്ന സുരേഷിന്റെ IT വകുപ്പിലെ നിയമനത്തിലെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു. ഫോൺ, സ്മാർട്ട് സിറ്റി അടക്കം സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഔദ്യോഗിക രഹസ്യവിവരങ്ങൾ ശിവശങ്കർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾക്ക് കൈമാറിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സ്മാർട്ട് സിറ്റി, ഫോൺ, ലൈഫ് മിഷൻ പദ്ധതികളിൽ ശിവശങ്കറിന്റെ അറിവോടെ സ്വപ്ന പല ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഇത് തെളിയിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്നും ED നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ലൈഫ് മിഷൻ കരാറുകാരായ യൂണിടാക്കിന് വിവരങ്ങൾ കൈമാറുന്നതിനായിരുന്നു ഇതിൽ പലതും. ശിവശങ്കറിന്റെ ദുരൂഹമായ ഇടപാടുകളാണ് ഇതുവഴി തെളിയുന്നതെന്നും EDയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയുടെ ശബ്ദരേഖ ചോർന്നതിൽ അന്വേഷണം അനിശ്ചിതത്വത്തിൽ. കേസിൽ പോലീസും ജയിൽ വകുപ്പും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അന്വേഷണത്തിനുള്ള അനുമതി ആര് തേടുമെന്നതിലാണ് തർക്കം തുടരുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്നതിൽ കേസെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് പോലീസ്. കേസിൽ അന്വേഷണത്തിനുള്ള അനുമതി ആരു തേടുമെന്നതിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ്. അന്വേഷണ അനുമതി ജയിൽ വകുപ്പ് വാങ്ങി നൽകണമെന്നാണ് പോലീസ് നിലപാട്. അനുമതി വാങ്ങേണ്ട ഉത്തരവാദിത്തം പോലീസിനെന്ന് ജയിൽ വകുപ്പും പറയുന്നു. ശബ്ദരേഖ ചോർന്നത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണമെന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ ആവശ്യം. ജയിൽ വകുപ്പിന്റെ പരാതിയിൽ അന്വേഷണം നടത്താനാകില്ലെന്നായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ തീരുമാനം. എൻഫോഴ്സ്മെന്റ് നിലപാട് ഘടിപ്പിച്ചതോടെയാണ് അന്വേഷണം നടത്താമെന്ന തീരുമാനത്തിലേക്ക് അവസാനം പോലീസ് എത്തിയത്. എന്നാൽ ഏത് വകുപ്പ് ചുമത്തി എങ്ങനെ കേസെടുക്കുമെന്നാണ് പോലീസിന്റെ ചോദ്യം. കേസെടുക്കാതെ കോടതിയെ സമീപിക്കാനുമാവില്ല. ഇതോടെ ശബ്ദരേഖ ചോർച്ചയിൽ അന്വേഷണം അനിശ്ചിതത്വത്തിലാണ്. ശബ്ദ സന്ദേശം പുറത്തുവന്നത് സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതിന് തെളിവാണെന്നാണ് EDയുടെ നിഗമനം. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ED സംശയിക്കുന്നു. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ EDക്ക് തുടർ നടപടി സ്വീകരിക്കാനാകൂ. ഈ അന്വേഷണമാണ് നിലവിൽ നിലച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ഇതോടെ പ്രവാസി നിലമയുടെ പൂർണ്ണമാവുന്നു. ഇനി പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം കാണാം അല്പസമയത്തിനുള്ളിൽ.